പശ്ചിമേഷ്യൻ സംഘർഷം 11ാം ദിനവും തുടരുന്നു. ഗൾഫ് മേഖലകളിലേക്കും ഇറാൻ തിരിച്ചടിച്ചു. അതേസമയം മധ്യസ്ഥ രാഷ്ട്രങ്ങളിലൂടെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. തുടർച്ചയായ 11ാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കൻ ആക്രമണം തുടരുന്നു. മധ്യസ്ഥ രാഷ്ട്രങ്ങളിലൂടെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. ചർച്ചയ്ക്കായി ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇറാനിലെ പുതിയ ആണവ നിലയങ്ങൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ തെക്കൻ തുറമുഖങ്ങളിൽ US സേന ബോംബാക്രമണം തുടരുന്നു. US താവളങ്ങളുള്ള ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിൽ ഇറാനും തിരിച്ചടിച്ചു. ഇന്നലെ തുടങ്ങിയ ആക്രമണം രാത്രി വൈകിയും തുടരുകയാണ്. പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഇന്നലെ ഒമാൻ തീരം വഴി ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടന്നു. ഇറാൻ US നയതന്ത്ര ചർച്ച പുനരാരംഭിക്കാനുള്ള മധ്യസ്ഥ നീക്കവും സജീവമായിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ 10 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിനിടെ ഇറാൻ യുദ്ധത്തിന് ഇതുവരെ $3,750 കോടി ചെലവായതായി അമേരിക്ക അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.